എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. മക്കളുടെ തമ്മിൽ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു പോലും പോരുത് ഞാൻ പറഞ്ഞു. നമ്മൾ ആരെ പറ്റി കുറ്റവും പറയണ്ട, നമ്മൾ തകരാനും പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട്. ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പെൺമക്കളെ ധൈര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ്. മുക്കിന് മയക്കുമരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നത്. ഈ അവസരത്തിലാണ് 4 പിള്ളേരെ ഞാൻ വളർത്തുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക, എവിടെയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയപരമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ ഒരു ആരോപണമോ എന്തെങ്കിലും ഒരു പരാതി വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും സീരിയലും സെറ്റിലും വർക്ക് ചെയ്തതാണ്. 36 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ, ചീത്ത നമുക്കത് വിളിക്കാറുണ്ട്. നല്ല 1-ാം തരം തെറി എനിക്ക് വിളിക്കാറിയാം. പക്ഷെ എൻ്റെ വായിലത് വരില്ല. ഇന്നലെ തന്നെ ആ കുട്ടികളോട് ഞാൻ രൂക്ഷമായി സംസാരിച്ചു. എവിടെയെങ്കിലും ഒരു തെറി വന്നിട്ടുണ്ടോ? അത് വരത്തില്ല. അങ്ങനെ വളർത്തിയതാണ്. മക്കളോടും പറഞ്ഞിരിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ അതിന് വിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും പരമാവധി നമ്മൾ അടങ്ങിപ്പോവുക, പോട്ടെ എന്ന് അങ്ങനെ വളർത്തിയവരാ കുട്ടികളെ. ഇതേ ആരോപണം, അതായത് രാത്രിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ഈ പെൺകുട്ടികൾ പറയുന്നത് ദിയക്കെതിരെയുണ്ട്, ദിയയുടെ ഭർത്താവിനെതിരെയുണ്ട്, താങ്കൾക്കെതിരെയുണ്ട്. അതായത് 1 മണിക്കും 2 മണിക്കും വിളിച്ച് മുൻപ് ജോലി ചെയ്യുന്ന സമയത്തും സ്റ്റോക്ക് എവിടെ എന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം രാത്രി വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നിങ്ങളെ തുലച്ചു കളയാതെ ദിയയുടെ ചില ഓഡിയോ സന്ദേശങ്ങൾ അടക്കമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും. എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു, എൻ്റെ മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ട് പോകും? അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതും സ്ത്രീകളാണ്, പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി 10-11 മണിക്ക് ഒരുത്തം വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എൻ്റെ കണക്കൂട്ട് വളരെ മാന്യമായ ഭാഷയാണ്. നമുക്കറിയാലോ ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായത്. നമ്മുടെ MLAക്ക് പോലും ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണാൻ ഓഡിയോയിൽ. രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലും ഏത് രീതി പെരുമാറേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ മകളെ ഏതോ ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടത് കൈവയ്ക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മളൊന്നും അത് ശീലിച്ചിട്ടില്ല. നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ്? ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ സാധാരണ കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയത്. ഞങ്ങൾക്കിത് ഒന്നും വേണ്ട. ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് വന്നു, അതിനുശേഷം സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഇതിനകത്ത് കുറേ പേരുമായിട്ട് ആത്മബന്ധമുള്ളതാണ്. എനിക്കിവിടെ നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ തന്നാൽ പോരായിരുന്നു. ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാ വിളിച്ച് പറഞ്ഞതെന്ന്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഏത് രാത്രി മറുപടി തരാൻ തയ്യാറാണ്. ഇന്നലെയൊക്കെ ഞാൻ കിടക്കുന്ന 4 മണിക്കാണ് രാത്രി, ഇന്ന് വെളുപ്പിനെ. കാരണം മകളുടെ പ്രശ്നം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. നിങ്ങളത് ആലോചിക്കണം. പക്ഷെ ഒരിടത്തും ഒളിച്ചോടാനോ മാറി നിൽക്കാനോ തന്നെ എത്ര ചോദ്യം മണി ചോദിച്ചോളൂ, ഞാനിവിടെ കാണും, ഉത്തരം തരാം. പക്ഷേ ഇതിനകത്ത് എന്ത് വെച്ചാൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് പകയ്ക്കും. ആദ്യം അറിയോ എന്ത് ചെയ്യും? പകച്ചുപോയി. കാരണം ചില്ലറ കേസ് ഞാൻ TV കണ്ട് നിങ്ങളിൽ പലരും എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കാര്യം അറിയുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റേഷനിൽ പോയി അവിടെ നീതി കിട്ടുന്നില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചു. 5-ാമത്തെ മിനിറ്റിൽ അവർക്ക് കാര്യം പിടികിട്ടി ആരുടെ ഭാഗത്ത് എന്ത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇന്നലെ എന്നെ തൂക്കിക്കൊണ്ട് പോകേണ്ടതല്ലേ? ഇട്ടിരിക്കുന്ന വകുപ്പെന്താ നോക്കി. എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ? എന്നെ പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിൻ്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ? പറയൂ. നിങ്ങളത് പറയണം. നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്. നിങ്ങളുടെ വരും തലമുറ നിങ്ങൾ വേറൊരു കൾച്ചർ ഉണ്ടാക്കണം. മീഡിയ കൾച്ചർ തന്നെ മാറ്റിയെടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പച്ചക്കള്ളം പറയുന്നവരെ എക്സ്പോസ് ചെയ്യണം. ഈ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നേക്കാൾ ഞാൻ ദൂരദർശനിൽ ഈ റിപ്പോർട്ടിങ്ങും വാർത്താവായന തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് തന്ന ഉപദേശം എന്തെന്നറിയോ? നിങ്ങൾ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്, അവർ സംസാരിക്കും. നിങ്ങൾ കേൾവിക്കാരിക്കുക, ബി എ ലിസ്ണർ. എന്നിട്ട് അവർ പറയാനുള്ള പറയുമ്പോൾ കേൾക്കുക. അതിനുശേഷം അവരുടെ മെസ്സേജ് ജനങ്ങളിൽ എത്തുക. ഇത് കഴിയുമ്പോൾ എന്താണ്? അദ്ദേഹം പറഞ്ഞ മെസ്സേജ് എത്തുന്നു. ദൂരദർശന് നല്ല പേരുണ്ടാക്കണം, ഒപ്പം നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവണം. ആ ഉയർച്ച ആ പാഠങ്ങളിൽ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ പോലും ഈ കുട്ടികളുടെ പേര് പോലും ഞാൻ അടുത്ത് പറയാറില്ല. പക്ഷെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ആലോചിക്കും എന്ത് ചെയ്യണം, ഈ വീഡിയോ റിലീസ് ചെയ്യണം, ഞാൻ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കള്ളന്മാരായി പോകും. കാരണം ഇന്ന് അങ്ങനെയാണ്.